ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് അന്വേഷണം ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് പ്രതി കുറ്റം ചെയ്തു എന്നും എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. 2, പ്രതി കുറ്റം ചെയ്യുന്നതിനെ ഈ പറയുന്ന മരിക്കപ്പെട്ട ഈ കേസിലെ ഷാരോൺ ചെയ്തതെല്ലാം ശരിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഷാരോൺ കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ഒരിക്കലും ഗ്രീഷ്മയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. അതവൻ അത്രമേൽ പ്രണയമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ പ്രണയത്തിന് അവിടെ ശക്തിയുണ്ടെങ്കിൽ നിയമത്തിന് ഇപ്പുറത്തും ശക്തിയുണ്ട്. നിയമം പറയുന്നത് ഒരാളെക്കുറിച്ച് കൃത്യമായി പറയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ലൈൻ ഡിക്ലറേഷൻ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ലൈൻ ഡിക്ലറേഷൻ ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ്. ഇനി രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ അവനെ കൊന്നു കുഴിച്ചു മൂടി, അല്ലെങ്കിൽ ഞാൻ കഷായത്തിൽ ഇന്നത് ചേർത്ത് കൊന്നു എന്ന് നിങ്ങളോടോ എന്നോടോ മീൻസ് തേർഡ് പാർട്ടിയോട് പറഞ്ഞ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, അത് വെരി വീക്ക് പീസ് ഓഫ് എവിഡൻസ്. അങ്ങനെ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് ഒരാളെ ശിക്ഷിക്കുന്നത് നിയമപരമായി ശരിയല്ല എന്ന് സുപ്രീം കോടതി പല കേസുകളിലും വിധിന്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്ക് പീസ് ഓഫ് എവിഡൻസ് എടുത്തുകൊണ്ട്, ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എടുത്തുകൊണ്ട്, ഒരു പേര് പറയാത്ത ലൈൻ ഡിക്ലറേഷൻ എടുത്തുകൊണ്ട്, ആ ഒരൊറ്റ സാഹചര്യം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള സാഹചര്യങ്ങളെ കൂട്ടിയിണക്കുകയും അതിന് ഒരു ശിക്ഷ വാങ്ങിക്കുകയും ആ ശിക്ഷ ഇന്ന് ഇന്ത്യൻ പീനൽ കോഡിലും BNSSലും പറയുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള തൂക്കുമരണമാവുകയും ചെയ്യുമ്പോൾ ഈ തൂക്കുമരണം ഗ്രീഷ്മയ്ക്ക് കിട്ടുമോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശരിക്ക് നല്ല രീതിയിൽ കോടതിയിൽ കേസുകൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു ശിക്ഷ പോലും ഒരു പക്ഷേ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ രാക്ഷസി എന്ന് അഭിസംബോധന ചെയ്യുന്ന ഈ സ്ത്രീ പുല്ലുപോലെ ഇറങ്ങുകയും ചെയ്യും. അപ്പം ഞങ്ങൾ പൂജിക്കണോ ആ ഗ്രീഷ്മയെ? നോക്കൂ, നാളെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റം ചെയ്യുകയും അയാൾ തൂക്കിക്കൊല്ലുകയും ചെയ്താൽ നിങ്ങൾ സന്തോഷിച്ച് ഉന്മതിക്കുമെന്നാണോ പറയുന്നത്? പ്രധാനമന്ത്രി അല്ലല്ലോ സാർ. ഞാൻ പറയാൻ വരുന്നത്, അപ്പോൾ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രബലൻ, ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു ബിസിനസ്സുകാരൻ കുറ്റം ചെയ്യുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ സന്തോഷിക്കുകയും അവനെ വെറുതെ വിട്ടാൽ നിങ്ങൾ സമൂഹത്തെ കുറ്റം പറയുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമാകരുത്. ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് സർക്കാരും പ്രോസിക്യൂഷനുമാണ്. അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും. അങ്ങനെ ശിക്ഷ കിട്ടിയാൽ ആ ശിക്ഷയ്ക്കെതിരെ മേൽക്കോടതികളിലേക്ക് പോകും. അപ്പോൾ അവിടേക്കാണ് വരുന്നത്. മേൽക്കോടതി നാളെ ഈ വിധി തിരുത്തി എഴുതിയാൽ നിങ്ങൾ കോടതികളെയും കുറ്റം പറയും. ഈ സമൂഹത്തിൻ്റെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമൂഹമാണ്, ഈ സമൂഹത്തെ കുറ്റം പറയും. അപ്പോൾ സമൂഹം ആരെ കുറ്റം പറയും? കോടതികളെ കുറ്റം പറയും. അങ്ങനെ കുറ്റം പറയാതിരിക്കണമെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയിലെ അപ്പീൽ കോടതികളില്ലാതിരിക്കണം. അപ്പോൾ ഒരു കീഴ്ക്കോടതി ഒരു കാര്യം കണ്ടത് തെറ്റാണ് എന്ന് വിധി എഴുതാൻ മേൽക്കോടതികൾക്ക് അധികാരമുണ്ട്. മേൽക്കോടതികൾ ചെയ്ത, അപ്പീൽ കോടതികൾ ചെയ്ത തെറ്റുകൾ തിരുത്താനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് സൗമ്യ മർഡർ കേസിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന വ്യക്തിക്ക് കീഴ്ക്കോടതിയും അപ്പീൽ കോടതിയും ഒരുപോലെ കണ്ട ശിക്ഷ സുപ്രീം കോടതി തിരുത്തി എഴുതിയത്.